ഹലോ, എല്ലാവർക്കും ആംബിക്കോൻ്റെ പോസിറ്റീവ് ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഹാപ്പി ന്യൂസ്, എനിക്ക് ഒരു ഒത്തിരി ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണെന്ന്. എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹം ഇന്ന് മാനിഫെസ്റ്റായി. വേറൊന്നുമല്ല, ചില സിനിമകളോട് എല്ലാവർക്കും അങ്ങനെയാണോന്ന് എനിക്കറിയില്ല. എനിക്ക് സിനിമകളോട് ഭയങ്കര പ്രതിപത്തിയുള്ള ഒരാളായിരുന്നു ചെറുപ്പം തൊട്ട് തന്നെ. സ്പെഷ്യൽ ചില സിനിമകളോട്, എല്ലാ സിനിമകളോടും ഇല്ല. ചിലപ്പം ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള മൂവീസ് ചിലത് കാണാത്തതുണ്ട്, കാണണം തോന്നാത്തതുണ്ട്. ഇപ്പം കൽക്കി എന്ന് പറഞ്ഞ മൂവി ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കാണണം തോന്നിയിട്ടുമില്ല. അപ്പം അങ്ങനെ ചില മൂവീസ് ഞാൻ ഒഴിച്ചിടാറുണ്ട്. അതല്ലാതെ ചില മൂവികളോട് ഒരു പ്രത്യേക ഇഷ്ടം, അങ്ങനെ ഏറ്റവും ഇഷ്ടം തോന്നിയ അന്ന് ഞാൻ ട്വിൻ ഫ്ലെയിം ജേർണി പോയിട്ട് ഐ വാസ് നോട്ട് ഒരു ഇൻവോൾവ് ഇൻ എനി റിലേഷൻഷിപ്പ്, ഒരു ലവ് റിലേഷൻഷിപ്പ് പോലും ഉണ്ടാവാതിരുന്ന ഒരു സമയത്തൊട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള, ആ സമയത്ത്, ഇപ്പം അതിനേക്കാളും കൂടുതൽ കണ്ടിട്ടുള്ള മൂവീസ് ഉണ്ട്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള 2 മൂവികളിൽ ഒന്ന്. ഇത് കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കലുണ്ടായിരുന്നു, എനിക്കിതൊന്ന് തിയേറ്ററിൽ കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ഈ പ്രാവിൻ്റെ ഒക്കെ ചിറകടി ഒക്കെ ആ ഒരു ത്രില്ലറാണോന്ന് ചോദിച്ചാൽ ആണ്, പക്ഷെ അതൊരു റൊമാൻറ്റിസൈസ് ചെയ്തിരിക്കുന്ന ആ ഒരു മൊമെൻറ്റ്സ്, പിന്നെ ആ ഒരു പാട്ട് എൻ ജീവനെ, അതൊക്കെ ഒന്ന് തിയേറ്ററിൽ ആ ഒരു സൗണ്ടിലിരുന്ന് അത് എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അന്ന് എന്തുകൊണ്ടോ ഞാൻ ആഗ്രഹിച്ചില്ല. എനിക്ക് എൻ്റെ ഒരു സ്പെഷ്യൽ പേഴ്സൻ്റെ കൂടെ കാണുന്നു, അതുകൊണ്ടായിരിക്കാം അത് നടക്കാതിരിക്കുന്നത്. എല്ലാവരും പോയിട്ട് അത് പറ്റുവാണെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യൽ പേഴ്സൺ കൂടെ ഉണ്ടെങ്കിൽ പോയിട്ട് കാണുക. നല്ലൊരു ഇമോഷണൽ ബോണ്ടിങ് വരുന്ന എനിക്ക് തോന്നുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഐ എം നോട്ട് വിത്ത് മൈ സ്പെഷ്യൽ പേഴ്സൺ. ഇനിയിപ്പോൾ ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ ഐ ഡോണ്ട് നോ ഹൂ ഇസ് ദാറ്റ്. അപ്പം ഹസ്ബൻഡാണെങ്കിൽ ഹസ്ബൻഡും നാട്ടിലില്ല. ഒരു സ്പെഷ്യൽ പേഴ്സൻ്റെ കൂടെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ബട്ട് അത് നടന്നില്ല. അപ്പം ആരൊക്കെ സ്പെഷ്യൽ പേഴ്സൻ്റെ കൂടെ ഉണ്ടോ, ആരൊക്കെ ലവ് റിലേഷൻഷിപ്പിലുണ്ടോ, അപ്പം നിങ്ങളിപ്പോൾ ചെറിയ ഫൈറ്റിലോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതൊന്ന് ജസ്റ്റ് മാറ്റി വെച്ചിട്ട് ഈ ഒരു മൊമെൻ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ നോ കോണ്ടാക്റ്റ് റൂള് ഇപ്പം വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു ടെക്നിക്കായിട്ട് മാറിയതുകൊണ്ട് റിലേഷൻഷിപ്പിലെത്തുന്ന 2 സൈഡിലുള്ള ആൾക്കാരും കൂടെ നോ കോണ്ടാക്റ്റ് റൂള് അപ്ലൈ ചെയ്യാനൊരു ശ്രമം നടക്കുന്നതായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞു. അങ്ങനെ നടക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരും ഈഗോയിലായിരിക്കില്ല, നോ കോണ്ടാക്റ്റ് റൂളിലായിരിക്കും, 2 പേരും സഫർ ചെയ്യും. അപ്പം ഇങ്ങനൊരു പ്രോബ്ലം നോ കോണ്ടാക്റ്റ് റൂളിലുണ്ട്. ഏറ്റവും കൂടുതൽ ആരാണോ നോ കോണ്ടാക്റ്റ് റൂളിൽ നിൽക്കാൻ പറ്റുന്നത്, അതായത് ആ കൺട്രോളിങ് ഉള്ളത്, അവർ ചിലപ്പം അത് 2 പേർക്കും അങ്ങനെ ഒരു കൺട്രോളിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് റൂയിനായി പോവും. സോ നിങ്ങൾക്ക് ആ എനർജി ഭയങ്കര ഹോണ്ടിങ് ഉണ്ടെങ്കിൽ ഈ നോ കോണ്ടാക്റ്റിൻ്റെ ഇടയ്ക്കും നിങ്ങളുടെ ഭാഗത്തല്ല മിസ്റ്റേക്ക് എങ്കിൽ, അല്ല നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്കെങ്കിൽ, ഐ എം റിയലി സോറി, നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്കെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടൊന്ന് പോയിട്ടൊന്ന് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. സോ അത്രയും എനിക്ക് പറയാനുള്ളൂ.